ഹായ് ഗൈസ്, ഗൂഗിൾ ആഡ്സ് പഠിക്കാൻ വേണ്ടിയാണോ വന്നത്? ഗൂഗിൾ ആഡ്സിൻ്റെ പല യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടുണ്ട്, എന്നാൽ ഇതുവരെ ഗൂഗിൾ ആഡ്സ് പഠിച്ചിട്ടില്ല. ഗൂഗിൾ ആഡ്സ് ക്യാമ്പയിനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ അറിയാം, ബട്ട് ഇതുവരെ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടില്ല. ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇല്ല. ബേസിക് നോളജ് ഒക്കെ ഉണ്ട്. ഇതാണോ നിങ്ങളുടെ പ്രശ്നം? ഒട്ടും പേടിക്കണ്ട, കറക്റ്റ് സ്ഥലത്താണോ വന്നേക്കുന്നത്. ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഗൂഗിൾ ആഡ്സ്. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ടും ഏറ്റവും ലോജിക്കലായിട്ട് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാറ്റഗറിയാണ് ഗൂഗിൾ ആഡ്സ്. ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ ആഡ്സിൻ്റെ ഒരു ബിഗിനേഴ്സ് പ്ലേലിസ്റ്റാണ്. ഫ്രം അക്കൗണ്ട് സെറ്റപ്പ്, ക്യാമ്പയിൻ ഒപ്റ്റിമൈസേഷൻ, കൺവേർഷൻ ട്രാക്കിംഗ്, കീവേഡ്സ്, എങ്ങനെ ഒരു കീവേഡ്സ് ചൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു കംപ്ലീറ്റ് ഗൂഗിൾ ആഡ്സ് ട്യൂട്ടോറിയലാണ് ഞാൻ ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സ് പഠിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ഒരു 1 to 3 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ. പല കമ്പനീസും അവരുടെ ഹയറിംഗ് ലിസ്റ്റിൽ ഗൂഗിൾ ആഡ്സ് ഒരു സ്കില്ലായിട്ട് മാൻഡേറ്ററി ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഗൂഗിൾ ആഡ്സ് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് നമുക്ക് കമ്പനി സ്വിച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പല സ്ട്രഗിൾസ് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിൻ്റെ ഇടയിൽ ഉണ്ട്. സോ എൻ്റെ പേര് അഭിഷേക് ജോസഫ്, ഞാനൊരു PPC സ്പെഷ്യലിസ്റ്റാണ്. ഞാൻ നിങ്ങളെല്ലാം ഗൂഗിൾ ആഡ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സിൻ്റെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും ലളിതമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് 15 days നമ്മൾ ഗൂഗിൾ ആഡ്സിൻ്റെ ബേസിക് കാര്യങ്ങൾ ഒരു 15 days സ്ട്രക്ചർ മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും ലളിതമായിട്ട് ഗൂഗിൾ ആഡ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം കാണാം. സോ ലെറ്റ്സ് ജംപ് ടു ദ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ഗൂഗിൾ ആഡ്സിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എന്താണ് ഗൂഗിൾ ആഡ്സ്, ഗൂഗിൾ ആഡ്സിൻ്റെ ഹിസ്റ്ററി എന്താ, ഒരു കംപ്ലീറ്റ് ബേസിക് ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം. സോ എന്താണ് ഗൂഗിൾ ആഡ്സ്, ലൈക്ക് എന്താണ് ആൾക്കാർ ഇത്ര ഗൂഗിൾ ആഡ്സ്, അല്ലെ വൈ കമ്പനീസ് ആർ റണ്ണിങ് ഗൂഗിൾ ആഡ്സ്, അതിൻ്റെ റീസൺ നമുക്ക് നോക്കാം. 2.4 million സെർച്ചസ്, 2.4 എന്ന് പറഞ്ഞാൽ ഏകദേശം 24 ലക്ഷം സെർച്ചസ് ആണ് ഒരു സെക്കൻഡിൽ ഗൂഗിൾ ആഡ്സിൽ നടക്കുന്നത്. ഒരു 24 ലക്ഷം സെർച്ചസിനെ നമുക്ക് ഒരു സെക്കൻഡിൽ, അത് ഒരു മിനിറ്റിലാണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എന്തുമാത്രം സെർച്ച് വോളിയമാണ് ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിനിൽ ഒരു സെക്കൻഡിൽ നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെയാണ് കമ്പനീസ് അവരുടെ ലോജിക് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 24 ലക്ഷം സെർച്ചസ് നമ്മുടെ വെബ്സൈറ്റിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിനിൽ നടക്കുന്നുണ്ട്. ഈ സെർച്ച് ട്രാഫിക് എൻ്റെ വെബ്സൈറ്റിൽ, അല്ലെങ്കിൽ എൻ്റെ കമ്പനിയുടെ വെബ്സൈറ്റിൽ, അല്ലെങ്കിൽ എൻ്റെ ലാൻഡിംഗ് പേജിൽ വരുവാണെങ്കിൽ അതിൻ്റെ 1% കൺവേർഷൻ അല്ലെങ്കിൽ സെയിൽ നടന്നാൽ പോലും എനിക്കൊരു വളരെ ബിഗ് റവന്യൂ ആണ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ സിമ്പിളായിട്ട് പറയാം, ലൈക്ക് നമ്മുടെ കൊച്ചിയിൽ എടപ്പള്ളിയിൽ ഏകദേശം 1 ലക്ഷം ഫുട്ഫോളാണ് പെർ ഡെയിലി നടക്കുന്നത്. അതിൽ 1 ലക്ഷം ഫുട്ഫോളിൽ നമ്മുടെ ഔട്ട്ലെറ്റിലോട്ട്, നമ്മുടെ സ്റ്റോറിൽ ഒരു 10,000 ആൾക്കാർ അല്ലെങ്കിൽ ഒരു 1000 ആൾക്കാർ പെർ ഡേ വിസിറ്റ് ആവുന്നുണ്ട്. 1000-ൽ ഒരു 100 പേര് കൺവേർട്ട് ആവും, 100 പേര് സാധനം മേടിക്കുന്നുണ്ട്. ഒരു ദിവസം 100 പേര് നമ്മുടെ കടയിൽ നിന്ന് സാധനം മേടിച്ചാൽ തന്നെ വളരെ ഒരു ഹൈ സെയിൽസ് നമുക്ക് നമ്മുടെ സ്റ്റോറിൽ നിന്ന് ജനറേറ്റ് ആവും. റീസൺ എന്താ? അവിടെ 1000 അല്ലെങ്കിൽ 1 ലക്ഷം ആൾക്കാരുടെ ഫുട്ഫോൾ ആ ഒരു എടപ്പള്ളി ജംഗ്ഷനിലുണ്ട്. സെയിം വിത്ത് ഗൂഗിൾ ആഡ്സ്, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് എഞ്ചിനിലും ഈ സെയിം ലോജിക്കാണ് സംഭവിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്ത് സെർച്ച് ചെയ്യുന്നത്, റിസൾട്ട് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ സെർച്ച്, അല്ലെങ്കിൽ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ടൂൾ, അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഒരു സെർച്ച് എഞ്ചിൻ യൂസ് ചെയ്യുന്നത്. ആ സെർച്ച് എഞ്ചിനിൽ എൻ്റെ വെബ്സൈറ്റ് ലിസ്റ്റ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ യൂസേഴ്സ് സെർച്ച് ചെയ്തിട്ട് എൻ്റെ വെബ്സൈറ്റിൽ ലാൻഡ് ആവുകയാണെങ്കിൽ സെയിം തിങ് ഹാപ്പൻ ആവും. ആൾക്കാരെൻ്റെ വെബ്സൈറ്റ് കണ്ട് അവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ PPC പേപ്പർ ക്ലിക്ക് മനസ്സിലാക്കുന്നതിന് മുമ്പിട്ട് നമുക്ക് പേപ്പർ ക്ലിക്കിൻ്റെ ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. ഓർഗാനിക്കും PPCയും, അല്ലെങ്കിൽ പെയ്ഡ് ആഡ്സും നോൺ പെയ്ഡ് ഓർഗാനിക് റിസൾട്ട് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. ഇവിടുത്തെ എൻ്റെ സെർച്ച് കൊറിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിനാദ്യം വന്ന റിസൾട്ടാണ് CIATയുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിഗ്രി. ഇതൊരു ഫസ്റ്റ് ടോപ്പ് റിസൾട്ടാണ്. ഞാൻ സെർച്ച് ചെയ്ത് അതിൻ്റെ ഫസ്റ്റ് ടോപ്പ് 4 റിസൾട്ടാണ് ഞാൻ കാണിക്കുന്നത്. രണ്ടാമത് വന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുള്ള സെയിം ഡൊമൈനിലാണ് ഇവർ ആഡ്സ് റൺ ചെയ്യുന്നത്. ബ്ലാക്ക് ഫ്രൈഡേ ഓഫർ, അപ് ടു 40% ഓഫ്. ദെൻ വന്ന 60 day മണി ബാക്ക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞ റെലബി സോഫ്റ്റിൻ്റെ ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ്. സോ ഇതിൻ്റെ എല്ലാ മുകളിൽ നമുക്കൊരു സെക്ഷൻ കാണാം, സ്പോൺസേർഡ് റിസൾട്ട്. സോ ഈ ഒരു ടേം, അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഇൻട്രൊഡ്യൂസ്ഡ് ആയതാണ്. സോ ഇത് പണ്ട് ഇവിടെ വരുന്നത്, നമ്മൾ ഒരു റിസൾട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ നമുക്ക് കാണാൻ പറ്റും. ആഡ്, ഇവിടെ ഒരു ആഡ്, അല്ലെങ്കിൽ ഇവിടെ ഒരു ആഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ. എല്ലാ റിസൾട്ടിൻ്റെ സൈഡിലായിട്ടൊരു ആഡ് എന്നുള്ളൊരു സെക്ഷൻ, ഒരു വാട്ടർമാർക്ക് പോണക്ക് നമുക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ വരുന്ന റിസൾട്ടിനെയാണ് നമ്മൾ ഈസി ആയിട്ട് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊരു പെയ്ഡ് ആഡ്സ്, അല്ലെങ്കിൽ ഇതൊരു ഗൂഗിൾ ആഡ്സിൻ്റെ റിസൾട്ടാണ്. സോ ഇവിടെ ഓർഗാനിക്കലി വരുമ്പം, ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഇൻ കേരള
ഫസ്റ്റ് വന്ന് സ്പൈഡർ വർക്കിൻ്റെ വെബ്സൈറ്റ് വന്ന് ഈ ഒരു ഏജൻസി അവരുടെ കമ്പനിയുടെ വെബ്സൈറ്റ് വന്ന്, സെക്കൻഡ് ബ്ലൂ സ്റ്റീക്കിൻ്റെ വെബ്സൈറ്റ് വന്ന്, തേർഡ് IDEയുടെ വന്ന്. സോ ഇതിൻ്റെ ഒന്നും മുകളിൽ സ്പോൺസേർഡ് വന്നിട്ടില്ല, ഇതിൻ്റെ ഒന്നും വലിയ ഡിഫറൻസ് വന്നിട്ടില്ല, ജസ്റ്റ് അവരുടെ റിസൾട്ട് അവർ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ വരുന്ന കാറ്റഗറി ഓഫ് റിസൾട്ട് ഓർഗാനിക് ആയിരിക്കും. അവർ സ്പോൺസേർഡ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ സൈഡിൽ ആഡ് വന്നിട്ടില്ല, ജസ്റ്റ് അവരുടെ ബേസിക് ടെക്സ്റ്റ് ഫോർമാറ്റിൽ വരുന്ന ബേസിക് റിസൾട്ടിനെ കാണിക്കുന്നതാണ് ഓർഗാനിക്. ആൻഡ് ഇവിടെ സ്പോൺസേർഡ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ സൈഡിൽ ആഡ് എന്നൊക്കെ പറഞ്ഞ് വരുന്ന കാര്യങ്ങളാണ് പെയ്ഡ് ആഡ്സ് അല്ലെങ്കിൽ PPC ആഡ്സ് എന്ന് പറയുന്നത്. സോ എന്തൊക്കെ തരം ഗൂഗിൾ ആഡ്സ് ആണുള്ളത്, അല്ല ടൈപ്പ് ഓഫ് ഗൂഗിൾ ആഡ്സ്. സോ ഇതിന് ഈ ഒരു ക്യാമ്പയിൻ ടൈപ്പ് എപ്പോഴും ഫ്ലക്ച്വേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവിടെ സ്മാർട്ട് ആഡ് ഉണ്ടായിരുന്നു, ഡിസ്കവറി ആഡ്സ് ഉണ്ടായിരുന്നു. സോ ലേറ്റർ അത് റീപ്ലേസ് ആയി പുതിയ ക്യാമ്പയിൻ ടൈപ്പ് വരും. ഇതിന് എല്ലാം മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ബേസിക് 5 കാറ്റഗറിയാണ്. ഈ കാറ്റഗറി ഒരിക്കലും ചേഞ്ച് ആവത്തില്ല. സോ ഒന്നാമത്തെ കാറ്റഗറിയാണ് ഗൂഗിളിൻ്റെ സെർച്ച് ആഡ്സ്. ഇത് ഒരു ഒന്നാമത്തെ കാറ്റഗറി. ഈ സെർച്ച് ആഡ്സ് ബേസിക്കലി നമ്മളിപ്പം കണ്ടുപോലെ ഗൂഗിളിൻ്റെ റിസൾട്ട് പേജസിൽ അങ്ങനെയുള്ളിടത്ത് അപ്പിയർ ആവുന്നതാണ് ഗൂഗിൾ സെർച്ച് ആഡ്സ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ആഡ്സ് ആണ് ഡിസ്പ്ലേ ആഡ്സ്. നമ്മൾ ചെയ്ത ഇമേജസ് ഒക്കെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഇമേജസും ടെക്സ്റ്റും കോമ്പിനേഷൻ വെച്ച് യൂസ് ചെയ്ത് റൺ ചെയ്യുന്ന കൈൻഡ് ഓഫ് ആഡ്സിനെയാണ് ഡിസ്പ്ലേ ആഡ്സ് എന്ന് പറയുന്നത്. മൂന്നാമത് വരുന്നത് ഷോപ്പിംഗ് ആഡ്സ്. ഷോപ്പിംഗ് ആഡ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊമേഴ്സ് കമ്പനികൾ ചെയ്യുന്ന ഗൂഗിൾ മെർച്ചൻ്റ് സെൻ്ററൊക്കെ ത്രൂ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ക്യാമ്പയിൻ ടൈപ്പാണ് അല്ലെങ്കിൽ ഒരു ആഡ് സോഴ്സാണ് ഷോപ്പിംഗ് ആഡ്സ്. ആ ഷോപ്പിംഗ് ആഡ്സ് നമുക്ക് ഈസിയാണ് നാവിഗേറ്റ് ചെയ്യാൻ. അതിൻ്റെ ഒരു സ്പെഷ്യൽ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ സ്പെഷ്യൽ വേ ആയിരിക്കും ഷോപ്പിംഗ് ആഡ്സിനുള്ള. നാലാമത് വരുന്നതാണ് വീഡിയോ ആഡ്സ്. വീഡിയോ ആഡ്സ് ബേസിക്കലി യൂട്യൂബിൽ പ്രൊമോട്ട് ചെയ്യാൻ നേരത്തെ അല്ലെങ്കിൽ വേറെ വെബ്സൈറ്റിൽ പോകുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ആഡ്സ്, അല്ലെങ്കിൽ യൂട്യൂബിൽ സ്കിപ്പബിൾ, നോൺ സ്കിപ്പബിൾ ആഡ്സ്, ഇങ്ങനെയുള്ള ഫോർമാറ്റിൽ വരുന്ന ആഡ്സിനെയാണ് യൂട്യൂബ് ആഡ്സ് എന്ന് പറഞ്ഞത്. സോ ലേറ്റസ്റ്റ് ആയിട്ട് ഗൂഗിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കാറ്റഗറിയാണ് ആപ്പ് പ്രൊമോഷൻ കാറ്റഗറി. ഈ ആപ്പ് പ്രൊമോഷൻ എന്താണ്? പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോർ തുടങ്ങിയുള്ള പ്ലാറ്റ്ഫോമിൽ നമ്മുടെ കമ്പനിയുടെ ആപ്ലിക്കേഷൻ നമുക്ക് റാങ്ക് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് അവിടെ ലിസ്റ്റ് ചെയ്തിട്ട് ആ പർട്ടിക്കുലർ ആപ്ലിക്കേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആഡ്സിനെയാണ് ആപ്പ് പ്രൊമോഷൻ ആഡ്സ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഗൂഗിളിൻ്റെ 5 ബേസിക് കാറ്റഗറി. ഒരിക്കലും ചേഞ്ച് ആവത്തില്ല, നമുക്ക് ഷുവറായിട്ട് പറയാൻ ഒക്കത്തില്ല. സോ ബട്ട് ബേസിക്കലി ഇതാണ് ഗൂഗിളിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാറ്റഗറി ബേസ്. ഇത് മേ ബി ഇതിൻ്റെ നെയിം ചേഞ്ച് ആവും അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മിക്സ് കോമ്പിനേഷൻ അല്ലെങ്കിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിരും. പക്ഷേ ഇതാണ് നമ്മൾ ഡിജിറ്റൽ ഗൂഗിൾ ആഡ്സിൽ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന കാറ്റഗറീസ്. അടുത്ത് നമുക്ക് നോക്കാം എന്താണ് സെർച്ച് ആഡ്സ്. സോ സെർച്ച് ആഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ക്വറി ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിനിൽ സെർച്ച് ചെയ്ത് അത് കഴിഞ്ഞിട്ട് വരുന്ന ടെക്സ്റ്റ്, കോമ്പിനേഷൻ ഓഫ് ടെക്സ്റ്റ്. ഇത് കണ്ടോ, ഇതൊരു ഹെഡ്ലൈൻ 1 ആണ്, ഹെഡ്ലൈൻ 2, ഇങ്ങനെ വരുന്നൊരു ഡിസ്ക്രിപ്ഷൻ 1, ഇങ്ങനെ വരുന്ന ഒരു കോമ്പിനേഷൻ ഓഫ് ടെക്സ്റ്റിനെയാണ് നമ്മൾ സെർച്ച് ആഡ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിനിലെ മുകളിൽ കോമ്പിനേഷൻ ഓഫ് ടെക്സ്റ്റ് വരുന്ന ആഡ്സിനെയാണ് ഗൂഗിൾ സെർച്ച് ആഡ്സ് എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്ന എന്താണ് ഡിസ്പ്ലേ ആഡ്സ്. സോ ഇത് മണി കൺട്രോളിൻ്റെ ഒരു വെബ്സൈറ്റാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരു അഡ്വർടൈസ്മെൻറ്റ്, 3 അഡ്വർടൈസ്മെൻറ്റ് കാണാൻ പറ്റും. ഒന്ന് CNBC TV-യുടെ, 2 ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ, 3 എനിക്ക് വ്യക്തമല്ല. ഇങ്ങനെ ഒരു 3 കാറ്റഗറി ഓഫ് ആഡ്സ്. ഇത് ഈ പാരലൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ കേട്ടോ. നിങ്ങൾക്ക് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ വെബ്സൈറ്റിൽ പോകാം, അല്ലെ റിപ്പോർട്ടർ TV-യുടെ വെബ്സൈറ്റിൽ പോകാം. ഇതിൻ്റെ എല്ലാം വെബ്സൈറ്റിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് മൾട്ടിപ്പിൾ ആഡ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള ആഡ്സിനെയാണ് ഡിസ്പ്ലേ ആഡ്സ് എന്ന് നമ്മൾ പറയുന്നത്. മൂന്നാമത് നമുക്ക് നോക്കാം വരുന്ന ഒരു കാറ്റഗറി ഷോപ്പിംഗ് ആഡ്സ്. എന്താണ് ഷോപ്പിംഗ് ആഡ്സ്? ഇപ്പം ഞാൻ ഇവിടെ സെർച്ച് ചെയ്തു നൈക്കി മെൻ ഷൂസ്. ഈ ഒരു പട്ടികയോ ഇവിടെയും സ്പോൺസേർഡ് പ്രൊഡക്ട്സ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്പോൺസേർഡ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് അത് അഡ്വർടൈസ്മെൻ്റ് ആണ്. സോ ഇത് നിങ്ങൾക്ക് ഈ ഗൂഗിൾ ആഡ്സിൽ മാത്രമല്ല, നിങ്ങൾ അഗോഡ പോലുള്ള വെബ്സൈറ്റിൽ, സൊമാറ്റോ, സ്വിഗ്ഗി, ഇവിടെ എല്ലാം ഇങ്ങനത്തെ സ്പോൺസേർഡ് അല്ലെ ബൂസ്റ്റഡ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുക അത് ഓർഗാനിക് റിസൾട്ട് അല്ല, അത് ഒരു കമ്പനി അല്ലെങ്കിൽ അവർ പ്രൊമോട്ടഡ്, ബൂസ്റ്റഡ്, ദെൻ സ്പോൺസേർഡ്, ഇങ്ങനെ വരുന്ന കാര്യങ്ങളെല്ലാം ഒരു PPC മാർക്കറ്റിങ്ങിൽ വരുന്ന ആഡ്സ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാക്കുക, അത് നിങ്ങൾ മൈൻഡിൽ വെച്ചോ. സോ ഞാൻ സെർച്ച് ചെയ്തു നൈക്കി മെൻ ഷൂസ്. സോ എനിക്ക് വന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ നൈക്കിൻ്റെ ഇത് ടെക്സ്റ്റ് ആഡ് അല്ല, ഇത് ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് പർട്ടിക്കുലർ ആ പ്രൊഡക്റ്റിൻ്റെ ലാൻഡിങ് പേജിൽ അല്ലെങ്കിൽ ഒരു PDP, പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ പേജിലോട്ടാണ് റീഡയറക്റ്റ് ആവുന്നത്. സോ ഇങ്ങനത്തെ ഫോർമാറ്റിൽ വരുന്ന അഡ്വർടൈസ്മെൻറ്റിനെയാണ് നമ്മൾ ഷോപ്പിംഗ് ആഡ്സ് എന്ന് പറയുന്നത്. സോ ഇത് റൺ ചെയ്യാൻ ഗൂഗിൾ മെർച്ചൻ്റ് സെൻറ്റർ സപ്പോർട്ടൊക്കെ ഉണ്ട്, നമുക്ക് വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. സോ നാലാമത്തെ കാറ്റഗറിയാണ് യൂട്യൂബ് ആഡ്സ്. നമുക്ക് ഓഫ് കോഴ്സ് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് യൂട്യൂബ് ആഡ്സ്. ഇപ്പം
നിങ്ങൾ ഈ വീഡിയോ കാണുന്നതും യൂട്യൂബിലാണ്. സോ ഇതിന് യൂട്യൂബ് ആഡ്സിൻ്റെ ഒരു 3-4 കാറ്റഗറി ഉണ്ട്. സ്കിപ്പബിൾ ആഡ്സ്, നോൺ സ്കിപ്പബിൾ ആഡ്സ്, ഇൻസ്ട്രീം ആഡ്സ്. സ്കിപ്പബിൾ ആഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പിട്ട് നിങ്ങൾക്കൊരു 5 സെക്കൻഡ്സിൻ്റെ ആഡ് വന്നതാണ്. സോ അങ്ങനെ വരുന്ന ആഡ്സിനെയാണ് സ്കിപ്പബിൾ ആഡ്സ് എന്ന്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ചില വീഡിയോസ് കൊണ്ട് 15 സെക്കൻഡ് നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് കണ്ടുകൊണ്ടിരിക്കണം. അത് നോൺ സ്കിപ്പബിൾ ആഡ്. സോ അങ്ങനെ പല കാറ്റഗറി ഓഫ് ആഡ്സ് യൂട്യൂബിനുണ്ട്. സോ അങ്ങനത്തെ ആഡ്സ് പ്രൊമോട്ട് ചെയ്യുന്നതിനെയാണ് യൂട്യൂബ് ആഡ്സ് എന്ന് നമ്മൾ പറയുന്നത്. 5ാമത് വരുന്ന ആപ്പ് ക്യാമ്പയിൻ. നേരത്തെ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ആപ്പ് സ്റ്റോറിൽ സെർച്ച് ചെയ്ത് ഗോയിബീബോ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ആദ്യം വന്നത് booking.com. സോ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു വാട്ടർമാർക്ക് കൊണ്ട് ആഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം ഇവിടെ വന്ന്, ഇത് ഇവരുടെ ബ്രാൻഡഡ് കീവേഡിൽ booking.com അവർ ബിഡ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് വൈ ഇങ്ങനത്തെ ഒരു ഗോയിബീബോ സെർച്ച് ചെയ്ത സമയത്ത് booking.com വരാനുള്ള റീസൺ. സോ ഇതാണ് ഡിഫറെൻറ്റ് ബേസിക് ആയിട്ടുള്ള ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരു ബേസിക് ടൈപ്സ് ഓഫ് ആഡ്സ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള പെർഫോമാക്സ് ക്യാമ്പയിൻസ് അല്ലെങ്കിൽ ഡിമാൻഡ് ജെൻ ക്യാമ്പയിൻ അതെല്ലാം ഒരു മിക്സ്ഡ് ഓഫ് ഓൾ ദീസ് കാറ്റഗറിയാണ്. സോ ഇതാണ് നമുക്ക് ബേസിക്കലി മനസ്സിലാക്കാനുള്ള ഗൂഗിൾ ആഡ്സിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാറ്റഗറീസ്. അടുത്ത് എന്താണ് ഗൂഗിൾ ആഡ്സിൻ്റെ ഹിസ്റ്ററി ഓഫ് ഗൂഗിൾ ആഡ്സ് എന്ന ഇൻവെൻറ്റഡ് ആയാലും ഗൂഗിൾ ആഡ്സിൻ്റെ ഒരു ക്യാമ്പയിൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഗൂഗിൾ ആഡ്വേർഡ്സ് സ്റ്റാർട്ട് ചെയ്ത് 2000-ലാണ് ഗൂഗിൾ ആഡ്വേർഡ്സ് സ്റ്റാർട്ടായത്. ദെൻ നമുക്കറിയാം 2005 ഗൂഗിൾ ആഡ്സിൻ്റെ അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ആഡ്സിൻ്റെ ഏറ്റവും ബാക്ക് ബോൺ ആയിട്ടുള്ളൊരു കാര്യമാണ് ക്വാളിറ്റി സ്കോർ. ഈ ക്വാളിറ്റി സ്കോറും കാര്യങ്ങളെല്ലാം ഇൻട്രൊഡ്യൂസ് ആയത് 2005-ലാണ് ക്വാളിറ്റി സ്കോർ ഇൻട്രൊഡ്യൂസ് ആയത്. അത് കഴിഞ്ഞ് 2009-17 വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ 2010-ലാണ് റീമാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് അവർ ഗൂഗിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ഈ റീമാർക്കറ്റിംഗ് നമുക്കറിയാം, ഒരു യൂസറിനെ തന്നെ രണ്ടാമത് റീടാർഗറ്റ് ചെയ്ത് അവരെ ക്യാമ്പയിൻ കാണിച്ചുകൊണ്ട് പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഷോപ്പിംഗ് ആഡ്സിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു യൂസർ നമ്മുടെ വെബ്സൈറ്റിൽ വന്ന് ആ യൂസറിനെ തന്നെ രണ്ടാമത് നമുക്ക് നമ്മുടെ ക്യാമ്പയിൻസ് പർട്ടിക്കുലർ ടാർഗറ്റ് ചെയ്യാം ഇൻ ദ ഫോം ഓഫ് ഡിസ്പ്ലേ, ഇമേജസ്, വീഡിയോ. അങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നതിനാണ് റീമാർക്കറ്റിംഗ് ക്യാമ്പയിൻ. ഇത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2010-ലാണ്. ദെൻ അവർ റീബ്രാൻഡ് ചെയ്ത് ഗൂഗിൾ ആഡ്സ്. ഇതിന് മുമ്പ് അവരുടെ ഗൂഗിൾ ആഡ്വേർഡ്സ് ആയിരുന്നു. 2018 അവർ ഗൂഗിൾ ആഡ്സ് എന്നൊരു പേരിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ദെൻ ഇതായിരുന്നു ബേസിക് ആയിട്ട് ഗൂഗിൾ ആഡ്സിൻ്റെ ഹിസ്റ്ററി. ഇത് നമുക്ക് ഇൻ്റർവ്യൂവിനൊക്കെ പോകാൻ നേരത്തെ പലരും അത്ര ടെക്നിക്കലി അല്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചോദിക്കാം. ക്വാളിറ്റി സ്കോർ ആണ് എന്നാണ് ഇൻവെൻറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് ക്വാളിറ്റി സ്കോർ, ഇതൊക്കെ നമ്മൾ വരുന്ന വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യും. സോ ഇതാണ് ഗൂഗിൾ ആഡ്സിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് SEO വേഴ്സസ് പെയ്ഡ് ആഡ്. എന്താണ് SEO അല്ലെങ്കിൽ എന്താണ് പെയ്ഡ് ആഡ്സ്? ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ചിലവർ പറയുന്നേക്കാം SEO ചെയ്താൽ പിന്നെ പെയ്ഡ് ആഡ്സ് വേണ്ട, അല്ലെ പെയ്ഡ് ആഡ്സ് ചെയ്യുവാണെങ്കിൽ പിന്നെ SEO വേണ്ട. രണ്ടിനും അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. നമുക്ക് നോക്കാം എന്താണ് SEO ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ SEO ആൻഡ് പെയ്ഡ് ആഡ്സ്. സോ ഇവിടെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ പറയുന്നതാണ് ഓർഗാനിക് പൊസിഷൻ. എപ്പോഴും പെയ്ഡ് റിസൾട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ടോപ്പ് ഓഫ് ദ പേജ് അല്ല അബ്സല്യൂട്ട് ടോപ്പ് ഓഫ് ദ പേജ് റിസൾട്ട് SEOയുടെ മുകളിലായിരിക്കും വരുന്നത്. എപ്പോഴും നമ്മുടെ ആഡ് ഷോ ആവണമെന്നുള്ളത് മാൻഡേറ്ററി അല്ല, എന്നാലും 90% ഓഫ് ദ ടൈം നമ്മുടെ ആഡ്സ് ഷോ ആവും. ആ ഷോ ആവുന്ന ഫസ്റ്റ് കാറ്റഗറീസ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ടോപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് ടോപ്പ് ഓഫ് ദ റിസൾട്ടിൽ SEOക്കാട്ടിലും മുകളിലായിരിക്കും നമ്മുടെ PPCയുടെ പെയ്ഡ് പൊസിഷൻസ്. ആ ഒരു ഫസ്റ്റ് 4 കാറ്റഗറി എപ്പോഴും ക്വാളിറ്റി ഉള്ള കീവേഡ്സ് ആണെങ്കിൽ അതിൻ്റെ പെയ്ഡ് പൊസിഷൻസ് ആയിരിക്കും എപ്പോഴും ഓർഗാനിക്കിനെക്കാട്ടിലും മുകളിൽ വരുന്നത്. 2 ട്രാഫിക് ഓവർ ടൈം, അല്ലെങ്കിൽ ഈ ഒരു SEOയുടെ ട്രാഫിക്ക് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലോട്ട് SEOയുടെ ട്രാഫിക്ക് കിട്ടണമെങ്കിൽ അതൊരു പർട്ടിക്കുലർ ടൈം ഫ്രെയിം അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ട്രാഫിക്ക് നമുക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു 3 മന്ത് 2 മന്ത് നമ്മുടെ വെബ്സൈറ്റ് നമ്മൾ ഓൺ പേജ് SEO ഓഫ് പേജ് ഒക്കെ ചെയ്ത് ഇൻഡെക്സ്ഡ് ആയി അതിൻ്റെ ഒരു ടൈം ഫ്രെയിം എടുക്കും നമ്മുടെ വെബ്സൈറ്റിലോട്ട് ട്രാഫിക്ക് ജനറേറ്റ് ആവാൻ. പക്ഷേ PPC അങ്ങനെയല്ല. PPC നമ്മൾ ഇന്ന് ക്യാമ്പയിൻ റൺ ചെയ്ത് നമ്മൾ സ്പെൻഡായി നമുക്ക് ക്ലിക്സ് വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിലോട്ട് എന്ത് വരും, ട്രാഫിക്ക് വന്നു തുടങ്ങും. സോ ഇതാണ് ഇമ്മീഡിയറ്റ് ട്രാഫിക്കും അല്ലെങ്കിൽ ട്രാഫിക് ഓവർ ടൈമും തമ്മിലുള്ള ഡിഫറൻസ്. മൂന്നാമത്തെ നമുക്ക് നോക്കാം ലോങ് ടേം റിസൾട്ട്. ലോങ് ടേം റിസൾട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ SEO ചെയ്തിട്ട് നമ്മൾ ഇന്ന് അല്ലെങ്കിൽ നാളത്തേക്ക് വേണ്ടിയല്ല SEO ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. SEOയുടെ റിസൾട്ട് എപ്പോഴും ഒരു ഫോർകാസ്റ്റാണ്, ഫ്യൂച്ചറിലേക്ക് വേണ്ടിയാണ് നമ്മൾ SEO ചെയ്യുന്നത്. നമ്മൾ ഇന്ന് SEO ചെയ്ത് നമ്മൾ അതിൻ്റെ റിസൾട്ട് ഒരിക്കലും നാളെ എക്സ്പെക്ട് ചെയ്യാൻ ഒക്കത്തില്ല. SEO ഒരു ലോങ് ടേം പ്രോസസ്സാണ്, അതിൻ്റെ റിസൾട്ട് എപ്പോഴും നമുക്ക് ലോങ് ടൈമിലേ കിട്ടത്തുള്ളൂ. പക്ഷേ പെയ്ഡ് ആഡ്സിൻ്റെ അങ്ങനെയല്ല. ഇന്ന് നമ്മൾ ക്യാമ്പയിൻ റൺ ചെയ്ത് എങ്കിൽ നമുക്ക് ഇന്ന് വൈകിട്ട് ഇന്ന് രാവിലെ ഞാൻ ക്യാമ്പയിൻ റൺ ചെയ്ത് അല്ലെങ്കിൽ ഒരു 24 ഫ്രെയിമിൽ എനിക്ക് എൻ്റെ റിസൾട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റും. എൻ്റെ ക്യാമ്പയിൻ സക്സസ് ആണോ, എൻ്റെ ക്യാമ്പയിൻ റൈറ്റ് ഡയറക്ഷനിലാണോ പോകുന്നതെന്നുള്ളൊരു ഇമ്മീഡിയറ്റ് റിസൾട്ട് എനിക്കിവിടെ അച്ചീവ് ചെയ്യാൻ പറ്റും. ഏതിലാണ്? പെയ്ഡ് ക്യാമ്പയിൻസിൽ. നാലാമത്തത്
ഓൺ ഗോയിങ് പ്രോസസ്സ്. SEO എപ്പോഴും ഓൺ ഗോയിങ് പ്രോസസ്സാണ്. എന്ന് നമ്മൾ വെബ്സൈറ്റ് ഒപ്റ്റിമൈസ് ചെയ്യണം, നമ്മുടെ കീവേഡ്സ് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ബാക്ക് ലിങ്കിങ് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കണം, പിന്നെ കോണ്ടന്റ് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരിക്കണം, ടെക്നിക്കൽ കാര്യങ്ങൾ നമ്മൾ സ്പീഡ്, നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഇമേജസ് എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനത്തെ ഒരു ഓൺ ഗോയിങ് പ്രോസസ്സാണ് SEO എന്ന് പറയുന്നത്. ഒരിക്കലും നെവർ എൻഡിങ് പ്രോസസ്സാണ് SEO. ബട്ട് PPC, ഗൂഗിൾ ആഡ്സ് അല്ലെങ്കിൽ പെയ്ഡ് ആഡ്സ് എപ്പോഴും ഒരു വൺ ടൈം സെറ്റപ്പാണ്. ഞാൻ ഇന്ന് എൻ്റെ വെബ്സൈറ്റിൽ ക്യാമ്പയിൻ സെറ്റ് ചെയ്ത് കൺവേർഷൻ ട്രാക്കിംഗ്, ഞാൻ എൻ്റെ വെബ്സൈറ്റിലെ ബട്ടൺസ് എല്ലാം ട്രാക്ക് ചെയ്ത്, ഞാൻ എൻ്റെ സെയിൽ അല്ലെങ്കിൽ പർച്ചേസ് ഇവൻറ്റ് ഞാൻ മാർക്ക് ചെയ്ത്, ദെൻ പിന്നെ എനിക്ക് എൻ്റെ ക്യാമ്പയിൻസ് ഒപ്റ്റിമൈസ് ചെയ്താൽ മതി. പിന്നെ അത് സെറ്റപ്പ് ചെയ്യേണ്ട കാര്യമില്ല. എൻ്റെ ഗൂഗിൾ ടാഗ് മാനേജർ അല്ലെങ്കിൽ എൻ്റെ കൺവേർഷൻ ട്രാക്കിംഗ് എല്ലാം സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്നും ഞാൻ അതിലിട്ട് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. വൺ ടൈം സെറ്റപ്പാണ് PPC അല്ലെ പെയ്ഡ് ആഡ്സ്, ഗൂഗിൾ ആഡ്സ് എന്ന് പറഞ്ഞത്. സോ അടുത്ത് നോക്കുന്ന ഫ്രീ ബട്ട് സർവീസസ് ആർ പെയ്ഡ് എന്ന് പറഞ്ഞാൽ SEO സർവീസ് ചെയ്യുന്ന SEO നമ്മൾ ചെയ്യുന്നത് ഫ്രീയാണ്, ബട്ട് അതിന് ചെയ്യുന്ന ആൾക്ക് നമ്മൾ സർവീസ് ഫീസ് കൊടുക്കണം. ബട്ട് ഗൂഗിൾ ആഡ്സ് എങ്ങനെ, നമ്മൾ ചെയ്യുന്ന ആൾക്ക് ഫീസ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഗൂഗിളിന് ഒരു പർട്ടിക്കുലർ ചാർജസ് ഉണ്ട് ബേസ്ഡ് ഓൺ ദ കീവേഡ്സ്. അവരുടെ കീവേഡ്സിന് മുകളിൽ നമ്മളൊരു ഗൂഗിളിന് ചാർജ് കൊടുക്കണം. അടുത്ത നോട്ട് മച്ച് കൺട്രോൾ ഓവർ ഓഡിയൻസ്. ഇവിടെ കൺട്രോൾ ഓവർ ഓഡിയൻസ്. സോ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കൺട്രോൾ ഓവർ ഓഡിയൻസ് ആൻഡ് എവറിത്തിങ്. ഇവിടെ നമ്മുടെ വെബ്സൈറ്റിൽ വരുന്ന ട്രാഫിക്കിൻ്റെ ഡെമോഗ്രാഫിക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഒക്കത്തില്ല. അല്ലെ ഇന്ന് ഒരു 50-നും 60-നും ഇടയിലുള്ള ഓഡിയൻസ്, അല്ലെ 18-നും 40-നും ഇടയിലുള്ള ഓഡിയൻസ് എൻ്റെ വെബ്സൈറ്റിൽ വരാവും എന്ന് നമുക്ക് പർട്ടിക്കുലർലി SEOയുടെ കേസിൽ നമുക്ക് പറയാൻ ഒക്കത്തില്ല. മേ ബി ഞാനിപ്പോൾ ഒരു ടീഷർട്ടിൻ്റെ ബിസിനസ്സാണ് ചെയ്യുന്നത്. സോ ടീഷർട്ട് ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത് ഒരു 40 അല്ലെങ്കിൽ 35-നും ഒരു 20-ക്കും ഇടയ്ക്കുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ എനിക്ക് വരുന്ന SEO വഴി വരുന്ന ട്രാഫിക്ക് 30 to 60-ന് ഇടയ്ക്കുള്ള ഓഡിയൻസ് ആയിരിക്കും എൻ്റെ വെബ്സൈറ്റിൽ വരുന്നത്. ബട്ട് ആക്ച്വലി അങ്ങനത്തെ ഓഡിയൻസ് എനിക്കൊരു കൺവേർഷൻ റേഷ്യോ ഒരു 3%, 4% കാണത്തുള്ളൂ. ബട്ട് ആക്ച്വലി എനിക്ക് വേണ്ടുന്ന ഓഡിയൻസ് ഒരു 20 to 35-ന് ഇടയ്ക്കുള്ള ഓഡിയൻസാണ്. ബട്ട് ആ ഒരു കേസിൽ എനിക്ക് SEOയിൽ എൻ്റെ ഓഡിയൻസിനെ കൺട്രോൾ ചെയ്യാൻ ഒക്കത്തില്ല. ബട്ട് ഗൂഗിൾ ആഡ്സിൽ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം, നമുക്ക് ബിഡ് ചെയ്യാം, നമുക്ക് ഗൂഗിളിൻ്റെ അടുത്ത് പറയാം എനിക്ക് വേണ്ടുന്ന 18 to 30-ന് ഇടയ്ക്കുള്ള ഓഡിയൻസ്, ബാക്കിയുള്ള ഓഡിയൻസിന് എനിക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം. എനിക്ക് വേണ്ടുന്ന ലൊക്കേഷൻ, എനിക്ക് പർട്ടിക്കുലർലി ഈ ലൊക്കേഷനിൽ നിന്നുള്ള യൂസേഴ്സിനെയാണ് വേണ്ടുന്നത്. അങ്ങനെ ഭയങ്കര ഡെമോഗ്രാഫിക് ആൻഡ് യൂസർ ബിഹേവിയർ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ നമുക്ക് ബിഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഏതിലുണ്ട്? PPCയിലുണ്ട്. ആൻഡ് ട്രാഫിക് പൊട്ടൻഷ്യൽ ഈസ് അൺലിമിറ്റഡ്. ഇവിടെയും ട്രാഫിക് പൊട്ടൻഷ്യൽ അൺലിമിറ്റഡ്. ട്രാഫിക് പൊട്ടൻഷ്യൽ അൺലിമിറ്റഡ് ആവാനുള്ളതിൻ്റെ റീസൺ എന്ന് പറയാൻ നമുക്ക് എവിടുന്ന് നമുക്ക് ട്രാഫിക് അക്യൂർ ചെയ്യാം. ഈവൻ ഇമേജസ് വഴി അല്ലെങ്കിൽ ബാക്ക് ലിങ്ക് വഴി, ഗസ്റ്റ് പോസ്റ്റിംഗ് വഴി നമുക്ക് പല സോഴ്സിൽ നമുക്ക് ഇവിടെ SEOയിൽ ട്രാഫിക്കിനെ നമുക്ക് അക്യൂർ ചെയ്യാൻ പറ്റും. സിമിലർ വിത്ത് PPC. നമുക്ക് ഇപ്പോൾ എൻ്റെ ടീഷർട്ട് ബിസിനസ് ആണെങ്കിൽ ഞാൻ ബ്ലാക്ക് ടീഷർട്ട്, വൈറ്റ് ടീഷർട്ട്, എന്തല്ലേ വാട്ട്സ് കോസ്റ്റ് ഓഫ് എ ടീഷർട്ട്, ഏത് ട്രാഫിക്കിന് അല്ലെ ഏത് കുറിക്കും എനിക്ക് ആഡ് ഷോ ചെയ്യാൻ പറ്റും. അങ്ങനെ ആഡ് ഷോ ചെയ്യുമ്പോൾ മേ ബി എൻ്റെ കൺവേർഷൻ റേഷ്യോ കുറയുമായിരിക്കും, എൻ്റെ കൺവേർഷൻ നടക്കത്തില്ല. ബട്ട് ട്രാഫിക് പൊട്ടൻഷ്യൽ എപ്പോഴും അൺലിമിറ്റഡ് ആയിരിക്കും. നമ്മൾ ഗൂഗിൾ ആഡ്സ് റൺ ചെയ്യാൻ നേരത്തെ ബേസിക്കലി എപ്പോഴും നമ്മൾ കൺവേർഷൻ്റെ മുകളിലാണ് സംസാരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കൺവേർഷൻ നൽകുന്ന കീവേഡ് ഏതാ, അല്ല ഏറ്റവും കൂടുതൽ റിസൾട്ട് നൽകുന്ന കീവേഡ് ഏതാ, അതായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ ഇതാണ് ബേസിക്കലി SEO വേഴ്സസ് PPC ൻ്റെ ഡിഫറൻസ്. സോ ഇനി നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള അക്കൗണ്ട് എങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് കീവേഡ് ചൂസ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നമ്മൾ വരുന്ന ചാപ്റ്ററിൽ വരുന്ന വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഒരു 15 ഡേയ്സിൻ്റെ കോഴ്സിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ഇതിൻ്റെ കോമെൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. നമുക്ക് പേഴ്സണൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് PPC കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്തിട്ടുള്ള എല്ലാവരും എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതുവരെ ബൈ. Thank you.